സത്യം പറയാലോ, സ്റ്റാർട്ടിങ്ങിൽ രണ്ടാക്കും കണ്ടപ്പോ അയ്യടാ ആയി പോയിട്ടുണ്ട്. ലിനി സിസ്റ്റർ, അമ്മ, ചേച്ചി ഇവരെല്ലാം കൂടെ എന്നെ കാണാൻ വന്നില്ല. നമ്മളെ മക്കളെ കൂടെ നമ്മളെങ്ങനെ മുന്നോട്ട് എങ്ങനെ ജീവിക്കും, അവർക്ക് അത് അംഗീകരിക്കും, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ. ഒരു കീ ആവശ്യ എല്ലാ ഭാര്യമാരോടും പറയുന്നത്. സ്ഥിരമായിട്ട് 1.5 കൊല്ലം സ്ഥിരമായിട്ടിരുന്ന സ്ഥലം അല്ലേ സാർ? അതെ, ഒരു ഉറപ്പിന്റെ മുകളിൽ. അപ്പൊ ഇതേടിയ സ്ഥലം എന്നറിയോ? ഇത് നമ്മളെ ജീവിതത്തില് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലം അല്ലേ സൈഷേട്ടാ? കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഞാനും സജീഷേട്ടനും കൂടി, ഞാനും സജീഷേട്ടനും തമ്മിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കാണലെന്ന് വെച്ചാല് നോർമലി നമ്മളൊന്നും അങ്ങനെ തമ്മിൽ ഒരു ബന്ധങ്ങളും ഇല്ല, ഒന്നും അറിയൂല. പുറത്തുള്ള ഏതൊരാള്, എനിക്കതൊരു വിഷയമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ട്. പക്ഷെ പിന്നെ കണ്ട്, പിന്നെ അതിനുശേഷം അന്ന് പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് സംസാരിച്ചിട്ടോ. എന്തിനാ ഇല്ലാത്ത വെറുതെ മറച്ചിരുന്ന ചാറ്റ് ചെയ്ത് സംസാരിച്ചു. അതെ, നേരിട്ട് കാണാൻ തോന്നി. കാരണം എന്താന്ന് വെച്ചാല് അന്ന് നമ്മൾ ആ രീതിയിലൊന്നും നോക്കുകയോ കാണുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അന്ന് ഫ്രണ്ട്ഷിപ്പും ഇല്ല, ജസ്റ്റ് ഒന്ന് കണ്ടു. നോർമൽ ഇവരൊരു സ്ഥലത്ത് വന്നാൽ ഇവരെങ്ങനെ നമ്മളെ കാണുന്നു, അങ്ങനെ. അത് ശരിയാ. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്തിനെ പറ്റിയല്ലേ ആദ്യം പറയണ്ടേ. അപ്പൊ ആദ്യം കണ്ട സ്ഥലത്തിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതാട്ടോ കോഴിക്കോട് ടൗൺ ഹാള്. കോഴിക്കോടുള്ളവർക്കെല്ലാവരും എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പൊ ഇയാൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതിനെ കൊണ്ടാണ് ഇവിടെ അന്ന് ആർട്ട് ഗാലറിയിൽ ഒരു പ്രോഗ്രാം മാത്രമല്ല, ചിത്ര പ്രദർശനം. അതെ. അപ്പൊ ഞാൻ പഠിച്ച കോളേജ് ഇതിന്റെ ഇപ്പുറത്ത് തന്നെയാണ്. അപ്പൊ നമ്മള് കുറച്ച് ഇവിടെയൊക്കെ വന്ന് ഇവരെ കണ്ട് പരിചയപ്പെട്ട്, അപ്പൊ ഇവിടുന്നാണ് ഇവര് പ്രത്യക്ഷപ്പെട്ടതിനെ കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ കണ്ട സ്പോട്ട്. പക്ഷെ ഇവിടെ അടച്ചതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല, അടച്ചതിനെ കൊണ്ട്. ഇല്ലെങ്കിൽ അതുകൂടെ കാണിച്ചു തരുന്നു. അപ്പൊ ഈ ഒരു ഡേയിൽ തന്നെ ഇതൊക്കെ ഓർമ്മിക്കണം അല്ലേ സൈഷേട്ടാ? ഇവിടെ തന്നെയാണ് ഞാൻ. അപ്പൊ MLA പഠിക്കുന്ന സമയമാണ്. ഇപ്പൊ ഇവിടെ മാനാഞ്ചിറ ടീച്ചർ എഡ്യൂക്കേഷനിലാട്ടോ ഞാൻ പഠിച്ചത്. ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ആ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. ഞാനിവിടെ വന്നേരം കണ്ടേരോ ആന്ന് പറയാ. എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും രോഗിയൊന്നുമില്ല, ജസ്റ്റ് കാണുമ്പോൾ ഒരു എന്തൊക്കെയോ. ഇവിടെ ഡെയിലി പ്രോഗ്രാം ആണ്. ഡെയിലി ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്ന സ്ഥലല്ലേ. അപ്പൊ ഇന്ന ആളാട്ടോ അത് പറയുന്ന കേട്ടിട്ട്. അപ്പൊ ഞാനും കണ്ടപ്പോ പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ ഫേസ്ബുക്കില് തപ്പി അപ്പൊ അങ്ങനെയുള്ള ഒരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞ എന്തായാലും കാണണം. അപ്പൊ ഏടിയാ കാണുക എന്നുള്ളത് കേട്ടോ. എങ്ങനെ ഏടെന്ന് വെച്ചിട്ട് ഒന്ന് കണ്ടിട്ട് സംസാരിക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചിന്തയിലാണ് പിന്നെ നമുക്ക് സരോവരം. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനും ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ്. ചിലർക്ക് പെട്ടെന്ന് കണ്ടോ, പക്ഷെ ഈ ബോർഡ് കണ്ടാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. ഇതാണ് സരോവരം ബയോ പാർക്ക്. ഇതാ ഇക്കസാരക്കും പറയാനുണ്ടാവും കേട്ടോ ഞങ്ങളെ കുറിച്ച്. ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് കേറി വരുമ്പോഴേ ഇതാ ഈ സീറ്റില് ഈ ഒരു ഇരുത്തായിരുന്നു കേട്ടോ സൈഷേട്ടെ. സത്യം പറയാണെങ്കിൽ പെട്ടെന്ന് നിന്റെ കിളി പോയിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഫേസ്ബുക്കിലെ ഫോട്ടോസാണ് ഞാൻ കണ്ടത്. അതിൽ ഇയാളൊരു ആജാനുബാഹു തടിയോ അതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയല്ലേ. ഞാൻ വിചാരിക്കും എന്താ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ സൈഷറിന് അത്ര ഹൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നൊരു തോന്നലായിരുന്നു കേട്ടോ എനിക്ക്. ചിലപ്പോൾ അന്നേരത്തെ ഡ്രസ്സിങ്ങിന്റെ ആയിരിക്കാം. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള ആളാണല്ലോ. ദൈവമേ ഇയാൾക്ക് നീളമില്ലേ, എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവള് വരുക, എപ്പോഴാ വരുക, എങ്ങനെയാ വരുക എന്നുള്ളത്. അപ്പൊ ഒരാളിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇതുപോലെ ഒരാളിങ്ങനെ നടന്നു വരുന്നു. എനിക്ക് പെട്ടെന്ന് ആകെ എൻ്റെ മനസ്സിലുള്ള എല്ലാ സങ്കല്പങ്ങളും എല്ലാം പോയൊരു സമയമായിരുന്നു. പെട്ടെന്ന് എന്തൊരു ഹൈറ്റ് ആയിരുന്നു. ഞാനിങ്ങനെ ഇരുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഭയങ്കര ഹൈറ്റിലുള്ള ഒരാള്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിങ്ങനെ ശരിയാവും എന്നുള്ള എൻ്റെ തന്നിട്ട് അന്ന് ഇങ്ങനത്തെ ഡ്രസ്സല്ല കേട്ടായിരുന്നു. ഒരു ബ്ലാക്ക് ഒരു കടവാതിൽ വരുന്ന പോലത്തെ ഒരു ഡ്രസ്സ്, അങ്ങനെയുള്ള ഡ്രസ്സും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ ആകെ ഡൗട്ട് അടിച്ചു. ഇനിയിപ്പോൾ എന്താ പറയുക. കുറച്ചു നേരം ശരിക്കല്ലേ വന്ന് വന്ന സമയത്ത് ഒരു മിനിറ്റ് ഡൗട്ട് അടിച്ചിരുന്ന സമയം. ഇതാണ് ശരിക്കും ഈ ഒരു സീറ്റിലാണ് നമ്മളന്ന് കേട്ടോ അന്ന് ആദ്യമായിട്ട് വന്നിരുന്ന് നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ചൊന്ന് ബേക്കിലേക്ക് പോയി. എന്തിനാന്ന് പറഞ്ഞാല് ഇങ്ങനെ ഷോൾഡർ വെച്ച് നോക്കും, ഹൈറ്റ് പിന്നെ നോക്കുന്നവരെ കണ്ടിട്ടൊന്നുമില്ല. സംഭവം എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഇപ്പം ചിലപ്പോൾ ഷോൾഡർ നോക്കണ്ട,
എന്നേക്കാളായിട്ട് കുറവ് തന്നെയാണ്. അപ്പൊ അതിങ്ങനെ എന്നാലും നടക്കുന്ന സമയത്ത് ഇവള് എന്തോ ഹീലിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് താഴെ ഈ ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ഇട്ടാല് ഫ്ലെയർ സ്ലിറ്റ് ഉള്ള ചുരിദാർ ഇട്ടത്. അപ്പൊ അതിങ്ങനെ ഭയങ്കര വലിപ്പത്തിലാണ്. പിന്നെ നല്ല ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ട് അപ്പൊ പറഞ്ഞ് കണ്ടായിരുന്നു തന്നെ ജസ്റ്റ് നമുക്ക് കുറച്ചു നേരം നടക്കാന്നുണ്ട്. അപ്പൊ നടന്ന സമയത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും നമ്മളെ ശരിക്കും നമ്മള് ശ്രീനിവാസൻ നോക്കിയ പോലെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ സംഭവം എന്താന്നുള്ള. അപ്പൊ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വന്ന് ഏകദേശം ഈ ഇത് ഗ്ലാസ് ആണ് കണ്ണാടിയല്ല. ഇവിടെ ഇങ്ങനെ എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് നിൽക്കാന്ന് പറഞ്ഞു. നിന്നിട്ട് ഇതേപോലെ ഒന്ന് നോക്കി അല്ലേ ഹൈറ്റ് ഇല്ലേ അതിലിതാ ഞാൻ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. ഹൈറ്റ് ഉണ്ട്, തലക്ക് ഒരു ഇഞ്ച് കൂടുതലുണ്ട്. കഴുത്തിന് കുറച്ച് നീളം കൂടുതൽ അങ്ങനെ. അപ്പൊ അതോടുകൂടി സമാധാനമായി ആദ്യം. അതാണ് നമ്മുടെ ഫസ്റ്റ്. ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാള് ഭയങ്കര ഫാഷൻ ആണല്ലോ. ഫേസ്ബുക്കിലെങ്കിലും മൂപ്പര് ഭയങ്കര ജിമ്മനെല്ലാം നിൽക്കുന്ന എൻ്റെ കൂടെ നിൽക്കുക ചെയ്യാം. പക്ഷെ ഭഗവാനെ അടുത്തെത്തി ഞാൻ ചെന്ന് നോക്കുമ്പോല്ലേ ഞാൻ വിചാരിച്ചു ദൈവം ഇയാൾക്ക് തടിയൂല. ഈ കാണുന്ന കളറും കാര്യമൊന്നും അന്നുമില്ല കേട്ടോ ഇവക്ക്. എന്റെ കൂടെ കൂടിയതിനു ശേഷം ഒന്ന് ഒരു ഇതൊക്കെ ആയി വന്നത് അല്ലേ. പക്ഷെ സഹി ചേർന്നില്ല. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള കുറെ ഫോട്ടോസ്, ആ ഫോട്ടോസിലൊക്കെ ഭയങ്കര തടിയും കാര്യമൊക്കെ. പക്ഷെ ഞാൻ കാണുന്ന സമയത്തുള്ള അതിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും നേരിട്ട് കാണുമ്പോ ഇതല്ല കേട്ടോ, ഒരു നീല പുള്ളി എനിക്ക് നല്ല ഓർമ്മയുടെ ഷർട്ട് ഞാൻ കാണിച്ചു കേട്ടോ. വീട്ടിലെത്തിയിട്ട് ആ കുത്ത് ഉള്ള ഷർട്ടാണ് ഇട്ടത്. എനിക്കൊന്ന് അങ്ങനെ പൂവുള്ളത് ഇടുമ്പോ കുറച്ചുകൂടി ഹൈറ്റ് എല്ലാം കുറവ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഷേട്ടാ. ഇൻസൈഡ് ചെയ്തിട്ടാ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് ഇത് തീരെ ഹൈറ്റില്ലേ ദൈവമേ, വലിപ്പമല്ലേ. എന്റെ മനസ്സിൽ എന്ന് വെച്ചാല് ഭയങ്കര ആചാരഭാവല്ലേ, ഫേസ്ബുക്കിലെല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നേരം. ഇതൊക്കെ ഇവള് പറയും. എന്റെ സ്ഥിതി നേരെ തിരിച്ചായിരുന്നു കേട്ടോ. ഇത് എങ്ങനെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ രണ്ടാക്കും കണ്ടപ്പോ അയ്യടാ ആയിപ്പോയിട്ടുണ്ട് സത്യത്തിൽ അല്ലേ സഹിച്ചേട്ടാ. പക്ഷെ എന്താന്ന് വെച്ചാല് പിന്നെ അവിടുന്ന് കണ്ടു പോയതിന് ശേഷം നമ്മള് ചാറ്റ് ചെയ്തിട്ടൊക്കെ നമ്മളെ മൈൻഡിലും ഒരു സൗന്ദര്യം വരും എന്നറിയില്ലേ, മനസ്സോടൊരു ഇഷ്ടവും സൗന്ദര്യവും വരുന്നേ. അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് സംഭവം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മള് ഒരു ഘട്ടത്തിൽ ഫസ്റ്റ് കണ്ടുമുട്ടിയ കാര്യങ്ങൾ ഉള്ളത് കേട്ടോ. ഇനി ഇതിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മള് ജീവിതത്തിലേക്ക് വരുന്നതിന്റെ ഇടയ്ക്ക് എത്ര നമ്മളെ ലൈഫ് ഇപ്പൊ എത്ര കളർഫുൾ ആക്കാൻ പറ്റി എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മള് തുടക്കത്തിലെ പ്രീ പ്ലാനഡ് ആയിട്ട് സംസാരിച്ചിട്ടില്ലേ, ഒരുപാട് ഇരുന്നിട്ട് ഒരുപാട് ഇതാക്കിയിട്ട് കൊണ്ട് മാത്രം. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്ഥിരമായിട്ട് 1.5 കൊല്ലം സ്ഥിരമായിട്ടിരുന്ന സ്ഥലം അല്ലേ സാർ. അതെ, ഒരു ഉറപ്പിന്റെ മുകളില്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കാപ്പാട് ബീച്ചിലാട്ടോ. കാപ്പാട് ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാധനം. ഇത് ബദാമിൻ്റെ തയ്യാന്ന് തോന്നുന്നു. ആ ബദാമിൻ്റെ മരത്തിൻ്റെ ഈ ഒരു സ്പേസ് ഇത് ഭയങ്കര നമ്മളെ ജീവിതത്തിൽ, അതായത് ഞങ്ങളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതിന് ശേഷം ഏകദേശം 1 വർഷത്തോളം എങ്ങനെയായിരിക്കണം ലൈഫ്, ഇനി മുമ്പോട്ട് എന്തായിരിക്കണം അല്ലേ, എന്തായിരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള പ്ലാനിങ് ഒക്കെ നടന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ ആലോചിച്ച് നോക്കുന്ന കാര്യങ്ങള്. ഈ ഒരു സ്പേസ് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ ആണ്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ലൈഫിലെ നൊസ്റ്റാൾജിയ. കാരണം ഈ ഒരു മരം ഒരിക്കലും മറക്കാനാവില്ല അല്ലെ, ഈ ഒരു മരവും ഈ ഒരു ഇരിപ്പിടോ അല്ലെ. ഒരു വർഷത്തിലിടയ്ക്ക് എനിക്കൊന്നും എത്ര തവണ ഇവിടെ വന്നോന്നും അറിയില്ല. ആ സമയത്താണ് ശരിക്കും എല്ലാ കാര്യങ്ങളും നമ്മള്. എനിക്ക് തോന്നുന്നത് രാവിലെ 11 മണിക്കൊക്കെ ടൈമിൽ വന്ന സമയമല്ലേ ഇവിടെ. അതെ, രാവിലെ വന്ന സമയമുണ്ട്, വൈകിട്ട് വന്ന സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് അല്ലെ, എങ്ങനെയാണ് നമ്മളെ ലൈഫില് കുറെ കഴിഞ്ഞ സങ്കട കഥകള്, അതിൽ നിന്ന് മാറി ഇനി എങ്ങനെ പുതുതായിട്ട് നമുക്ക് ജീവിക്കാം. പിന്നെ ചിലര് പറയും ചിലർക്ക് ജീവിതത്തില് പ്രണയിക്കാൻ കിട്ടിയിട്ടില്ല, ബാച്ചുലർ ലൈഫിൽ സമയം ഇപ്പം മിസ് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മിസ് ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ 1 കൊല്ലം ഇവിടെ കല്യാണം ഉറപ്പിച്ചിട്ട് നമ്മൾ പ്രണയിച്ചിട്ടോ പ്രണയദിനം ആഘോഷിച്ചിട്ടോ അങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന് അങ്ങനെ നമ്മളെങ്ങനെ ആയിത്തീരും, നമ്മളെ മക്കളെ കൂടെ നമ്മളെങ്ങനെ മുന്നോട്ട് എങ്ങനെ ജീവിക്കും, അവർക്ക് അത് അംഗീകരിക്കോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ ശരിക്കും. ഇത് സാക്ഷിയാണ്, കടല് സാക്ഷിയാണ് എല്ലാ കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു ഞാൻ 2ാം സൈഷർ നാളെ കണ്ടതിന് ശേഷം പിന്നെ ഒരു ദിവസം നമ്മൾ 2ആളും കൂടെ ഇവിടെ നിന്ന് കണ്ട്, പിന്നെ ലിനി സിസ്റ്റർ അമ്മ
ചേച്ചി ഇവരെല്ലാം കൂടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നും സതീഷ് ഇവിടെയായിരുന്നു വന്നത് അല്ലേ? ഇവിടെയാണ് വന്നത് കേട്ടോ. സിസ്റ്റർ അമ്മയെല്ലാം ഇവിടുന്ന്. അപ്പൊ ഞാനും അമ്മയും കരഞ്ഞത് ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട് അത്. അമ്മ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സങ്കടപ്പെട്ട സമയത്ത് ഞാനും. അപ്പൊ അന്നാണ് ശരിക്കും അമ്മ വീട്ടില് കാണാൻ വന്നില്ലായിരുന്നു. കാണാൻ വരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബീച്ചിലോട്ടായിരുന്നു എല്ലാവരും കൂടിയും കാണാൻ വന്നത്, ചേച്ചിയെല്ലാം. അപ്പൊ അങ്ങനെയുള്ള കുറേ നല്ല ഓർമ്മകൾ കേട്ടോ. പിന്നെ സ്ഥിതി ഇവിടെ തന്നെ. പിന്നെ ഓരോരോ സങ്കടങ്ങളും സന്തോഷം ഒക്കെ തീർക്കാനുള്ള. കൂടെ അതെ, കുഞ്ഞു സിദ്ധു അവരൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ആ മനസ്സ് കംപ്ലീറ്റ് അങ്ങ് ഓപ്പൺ ആകുന്നൊരു. ഒരു പക്ഷേങ്കിൽ ചിലപ്പോ നമ്മൾ സാധാരണ നിലയിൽ കല്യാണം ഉറപ്പിച്ചൊരു 2 ആണും പെണ്ണും ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയി, ലൈസൻസ് കിട്ടി. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് തന്നിക്കുന്ന ആളും വേണ്ടത് മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ ലൈസൻസ് തന്നെ. അപ്പൊ നമ്മളെ ഉറപ്പിച്ച സമയത്ത് നമ്മൾ അങ്ങനെ ഔട്ട് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതേപോലെ തന്നെ ഉറപ്പിച്ചതിന് ശേഷം ഒരു ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരേ ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര വിവാദമായ ഫോട്ടോ ആയിരുന്നു. അപ്പൊ അതൊക്കെ നടന്നത് ഈ പറയുന്ന കാപ്പാട് ബീച്ചിൽ. ഞാള് ഭയങ്കര യുദ്ധാട്ടോ. കഴുത്തറ്റു പോയാലും ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ പിടിച്ചേക്കുന്നുള്ളതില്ലായിരുന്നു. ശരിക്കും ഒരു ഇത് കഴിഞ്ഞ ഞാക്ക് ജീവിക്കണം. ആ സമയത്ത് ഈ പറയുന്ന ഫോട്ടോ ഇറങ്ങിയ ശേഷം മെന്റലി ഒരുപാട് ആൾക്കാർ വിളിച്ചും പറഞ്ഞു ഒക്കെ കുറെ പ്രശ്നങ്ങളും കാര്യമൊക്കെ എന്റെ ബന്ധങ്ങളിലും പിന്നെ ഇപ്പോഴുള്ള കുടുംബത്തിലൊക്കെ തന്നെ എല്ലാം ഭയങ്കര പാടുണ്ടോ, അവരിങ്ങനെ പോയിട്ട് എടുക്കാൻ പാടുള്ളൂ, ടോർച്ചറിങ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ പോയി ഇരുന്ന് പോവാണ്ട് രക്ഷയില്ലായിരുന്നു. കാരണം 2-3 കുടുംബങ്ങളാണ് ഞാള്. പിന്നെ ഞാളല്ലേ ജീവിക്കേണ്ടത്, ഒരുമിച്ച് ജീവിക്കേണ്ടത്. ആ സമയത്ത് നമ്മള് പുതിയ കല്യാണം ഞങ്ങൾ അത് പലപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളെ മക്കള് തമ്മിൽ അടുക്കുള്ളൂ. അത് ഇപ്പൊ ശരിക്കും ഞങ്ങളെടുത്ത ആ തീരുമാനം ശരിയാന്നുള്ളതിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് നമ്മളെ ഈ കാപ്പാട് ബീച്ചാണ്. ഇന്നത്തെ ഡേന്റെ പ്രത്യേകത അറിയാലോ അല്ലേ? അപ്പൊ ഇന്നത്തെ ഡേ ആയതിന്റെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പൊ രാവിലെ ആയ സമയത്ത് ഇവർക്ക് കാര്യമൊന്നും അറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ. അപ്പൊ ഞാൻ രാവിലെ ആയിരുന്നു, ഞാൻ പറഞ്ഞു ഇവിടെ ഇന്ന് നമുക്ക് ഒരു ദിവസം എന്തായാലും 10 മണി നമുക്ക് ഇറങ്ങണം, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഇറങ്ങണം എന്നൊക്കെ. അവള് പറഞ്ഞു ആ കുഴപ്പമില്ല പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും എന്നോട് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് റെഡി ആവുന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങി ബൈക്ക് എടുത്ത് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു എവിടത്തേക്കാ പോകുന്നതെന്ന് അറിയാമോന്ന് ചോദിച്ചു. അപ്പോൾ കർഷകാലത്ത് ഞാൻ ഒരു ക്ലൂ കൊടുത്തു പോയി എൻ്റെ അടുക്ക്. അതാണ് എനിക്ക് പറ്റിയുള്ള ഒരു കാര്യം. നമുക്ക് കോഴിക്കോടേക്ക് പോവാം, കോഴിക്കോട് വരെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതല്ലേ കാര്യം, ഇന്നല്ലേ കാര്യം. അപ്പൊ അതാണ് അപ്പൊ ഞങ്ങൾ രണ്ടാളെ മനസ്സിലുണ്ടായ കാര്യമാണ്. ഈ റോഡ് കൂടി തന്നെ പോകുമ്പോഴും ഞാൻ ഫസ്റ്റ് എന്റെ കണ്ണെത്തുക ഇവിടേക്കാ. ഈ ഒരു മരവും ഇതിനതെ എപ്പോഴും ഓർമ്മ വരും കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് തന്നെയാലും അതുപോലെ തന്നെ എനിക്ക് വാലന്റൈൻസ് ഡേന്റെ ഒരു ഗിഫ്റ്റ്, ആദ്യത്തെ വാലന്റൈൻസ് ഡേ അല്ലെ, കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒക്ടോബറിലെ കല്യാണം ഉറപ്പിച്ച് വാലന്റൈൻസ് ഡേ വന്ന് ഫെബ്രുവരിയില്. അപ്പൊ എനിക്ക് തന്നൊരു ഗിഫ്റ്റ് എന്ന് വെച്ചാല് ഒരു ലവ് നീതി ഒരു മോതിരം കേട്ടോ. ഒരു ചെറിയൊരു ഡയമണ്ടിന്റെ ഒരു കല്ലുള്ള ഒറ്റ കല്ലുള്ളൂ, ഒരു കല്ലുള്ളൂ തോന്നുന്നത്. ഒരു മോതിരായിരുന്നേ എന്റെ ആദ്യത്തെ ഗിഫ്റ്റ്. അതെ, ആ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കട്ടെ. പിക്ചറൊക്കെ എന്റെ കയ്യിൽ അസലായിട്ടുണ്ട്. അത് ഈ കോണീനുമ്പോ നിന്നിട്ട് നമ്മള് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറയാൻ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണിത്. കഴിഞ്ഞിട്ട് ശരിക്കും പറയാന്നെങ്കിൽ ഇപ്പൊ ഒരു 2 കൊല്ലം പൂർത്തിയായി, 3ാമത്തെ കൊല്ലം തുടങ്ങിയിട്ടുള്ളൂ. നെക്സ്റ്റ് ആഗസ്റ്റ് ആവണം 3 അപ്പൊ സഹിച്ചോണ്ടാ പറയാം, ഇടയ്ക്ക് ഒരു 10-15 കൊല്ലമായി മാറി. കാരണം നമ്മളെ 3 മക്കളെ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ ആയല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോ ഒരുമിച്ചായിട്ടും സ്നേഹിച്ചിട്ടും കല്യാണം കഴിച്ചിട്ടും ആകെ 2 കൊല്ലമായിട്ടുള്ളൂ. ഒരു 2 കൊല്ലം ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു ആൾക്കാരുടെ മനോഭാവം ഒക്കെ ചില സമയത്ത് വരലുണ്ട്. അത് കിട്ടാണ്ടാവുമ്പോ ഞാൻ കച്ചറുണ്ടാക്കലുണ്ട്. അതെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഞാള് ഇപ്പം ഞാൻ പറയാം 4ാമത്തെ പ്രണയ ദിനം. അതിന് ഫസ്റ്റ് നമ്മള് പിന്നെ ഒരു വീട്ടിൽ തന്നെ ഉണ്ട് കുറെ ഗിഫ്റ്റുകൾ. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് സൈഷേട്ട് എനിക്ക് തന്നതും ഞാൻ സൈഷേറിന് കൊടുത്തു. ഇപ്രാവശ്യവും ഗിഫ്റ്റ് വാങ്ങണമെന്ന് വെച്ചാല് സത്യം പറയാലോ, ഇപ്രാവശ്യം നല്ല ടൈറ്റിലായിരുന്നു. ഇന്ന് രണ്ടാളും നല്ല ടൈറ്റിലായി. എന്നാലും ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ സത്യം നമ്മളെ മക്കള് ഞാള് പറഞ്ഞു, നമ്മളെ മക്കൾ നമ്മളെല്ലാത്തിനും കൂട്ടാനെ കൂടെ ഞാൻ ദേവുവിനോട് പറഞ്ഞിട്ടോ എനിക്ക് എന്തായാലും പ്രണയദിനത്തിന് സൈഷറിന് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ ഓളെന്നോട് പറഞ്ഞു അമ്മ ഇഷ്ടമുള്ള വാങ്ങിച്ചോ, എന്താ വെച്ചാൽ വാങ്ങിക്കോ, അതൊന്നും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചനുസരിച്ച് വലിയ സാധനങ്ങൾ വാങ്ങാനൊന്നും പറ്റൂല. ഞാൻ പറഞ്ഞു ജസ്റ്റ് വേണ്ട ഒരു പോക്കറ്റില്
കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനം വെച്ചിട്ട് ഒരു മുട്ടായി എല്ലാം വെച്ചിട്ട് ഒരു പാക്ക് ചെയ്യാന്ന് പറഞ്ഞു. അവള് എൻ്റെ കൂടെ കൂടി കേട്ടോ. അങ്ങനെ ഇന്നലെ ഞങ്ങള് രാവിലെ സൈഷറിനോട് പറയാതെ തന്നെ സൈഷറിന്റെ ഓഫീസിൽ പോയപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയിട്ട് ഞാനൊരു ഗിഫ്റ്റിന് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടോ. ആ ഗിഫ്റ്റിന് വേണ്ടി സെറ്റാക്കി അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് സെറ്റ് ആകുന്ന സമയത്ത് അയാൾ പറഞ്ഞ് ഇപ്പം കിട്ടൂല, രാത്രി വന്നാലോ തരാൻ പറ്റും. പിന്നെ കഴിഞ്ഞില്ലേ, പിന്നെ എനിക്ക് പോകാൻ പറ്റുമോ? രാത്രി 7 മണിക്ക് ഞാൻ ആരോട് പറയും പോവാൻ വേണ്ടിട്ട്? ഒരു രക്ഷയില്ല. സൈചേട്ടൻ വന്നപ്പോ മെല്ലനെ പറഞ്ഞു, ഒന്ന് നിങ്ങൾ എൻ്റെ കൂടി വരുമോ, എന്തിനാ ഗിഫ്റ്റ് വാങ്ങാനാ. അങ്ങനെ സർപ്രൈസ് അവിടെ പൊളിയേം അതോടെ സർപ്രൈസ് അവിടെ പൊളിഞ്ഞു. പിന്നെ ഞാൻ പറയുകയും ചെയ്ത് ആവുന്ന സംഭവമേ വാങ്ങിയിട്ടുള്ളൂ, നമുക്ക് വലിയ. പക്ഷെ അത് ഇനി ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു നാരങ്ങ മുട്ടായി കൊണ്ടു തന്നാലും അതെനിക്ക് ഭയങ്കര കാര്യമാണ്. കുഴപ്പമില്ല, എനിക്ക് നാരങ്ങ മുട്ടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വാങ്ങിയ ചെറിയ കുറച്ച് ഗിഫ്റ്റുകളാട്ടോ. പിന്നെ ഇതാ അതിലൊരു എത്ര ചെറുതാണ്, എനിക്ക് വലുതല്ലേ. ഇതാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായി, ഇപ്പം വലിയതായിട്ട് പറയാനൊന്നുമില്ല. ഇത് ഒരു കീ ചെയിൻ, എന്റെ നേരത്തെ ഒരു കീ ചെയിൻ ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ. ഫോട്ടോ വെച്ചിട്ട് പക്ഷെ ഇതിപ്പോ ഇങ്ങനെ അത് പൊട്ടിപ്പോയി. ഒരു കൊല്ലൊക്കെ നിന്നിക്കില്ല, ഒന്നര കൊല്ലം അത് പൊട്ടിപ്പോയി. ഒരു കീ ആവശ്യ എല്ലാ ഭാര്യമാരോടും പറയുന്നത്. ഒരു കീ ആവശ്യം, ഈ കീയിൽ ഇങ്ങനെ തൊടുമ്പോ ഓർമ്മ, ഓ ഭദ്രകാളി അമ്മ വേണ്ട കേട്ടോ. മറ്റേ ഇൻഫിനിറ്റി ലവ് ഒക്കെ ആയിട്ട് ഞാൻ ആദ്യം കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു ഇത് സൈഷറിന്. സെക്കൻഡ് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ എനിക്ക് അയച്ചെന്ന ഗിഫ്റ്റ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ് അതൊക്കെ ഏകദേശം പോയില്ലേ സാ? അപ്പൊ ആ സമയത്തുള്ള ഇതാ നമ്മളെ ഇതിലുള്ളതാ ഉള്ളു കാണിക്കണ്ട, കാരണം പൈസ ഒന്നും ഇല്ലാത്ത പൈസ. ഇങ്ങനെയായിരുന്നു ഫോട്ടോ ഉണ്ടായത്. പക്ഷെ ഫോട്ടോത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യാ, പുതിയൊരു ഫോട്ടോ കൂടി കയറ്റുന്നുണ്ട് കേട്ടോ. കേട്ടോ അടിപൊളി. അപ്പോ സംഭവങ്ങൾ വിചാരിക്കും ഞാനിതെല്ലാം കണ്ടിക്കും. സത്യം പറയാലോ, സംഭവം പാക്കറ്റ് എന്റെ കൈ തന്നിക്കെങ്കിലും ഒളിക്കരുത് എന്നും പറഞ്ഞിട്ടാ തന്നെ കേട്ടോ. ഏടുന്നെല്ലാം ഒപ്പിച്ച് വാങ്ങിക്കൊണ്ടുവന്നേ ആർക്കറിയാം. എന്തൊക്കെയോ എനിക്ക് തോന്നുന്നത് നെക്ലേസ് എങ്ങാനാ, ഭീമ ജ്വല്ലറിന്റെ കവർ എങ്ങാനാണ്. ആണല്ലോ, ഇതെല്ലാം ആടുന്ന് എങ്ങനെ ഇപ്പൊ തൽക്ക പെട്ടെന്നുള്ള പരിപാടികളായിരുന്നു. എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച സാധനങ്ങളാണ്. അപ്പൊ സാധനങ്ങൾ കാണിച്ചു തരാ. എല്ലാം എനിക്ക് മനസ്സിലായി, എല്ലാം എന്റെ പ്രാധാന്യത്തിലുള്ളതായിരിക്കും. പിന്നെ ഇതാ ഇത് അടിപൊളി ക്രൗണ് പോലെ ഉണ്ട്. സത്യം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എങ്ങനെയുണ്ട് സാധനം? സൂപ്പർ. ഞാൻ ഇതുവരെ കഴിഞ്ഞിട്ട് വന്നല്ലേ. ഇത് പണ്ട് സൈചേട്ടൻ കോളേജ് പഠിക്കുമ്പോ ഇത് തന്നെയല്ലേ പരിപാടി. നിങ്ങൾക്ക് സത്യം പറയണം. വെളിച്ചത്തിൽ അങ്ങോട്ട് അടുപ്പിച്ച് യെസ് എന്താ ക്രൗണിൽ തലയിൽ ക്രൗൺ വെച്ചോലെ ഉണ്ടാവും. അടിപൊളി ഉണ്ട് അല്ലേ? ബട്ടർഫ്ലൈ ആണോ സാധ്? അതുപോലെ ഉണ്ടാവും. പക്ഷെ നമ്മള് കൊടുക്കാൻ എന്തായാലും എന്താ ഇത് ഇത്രയും കിട്ടിയിട്ട് എന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ. പക്ഷെ ഇത്രയെങ്കിലും കിട്ടിയില്ലേന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇത്രയെങ്കിലും കിട്ടാണ്ടിരിക്കാന്ന് വിചാരിക്കാം. ആരും ഒന്നും ചോദിക്കാനും പറയാനൊന്നും ഇല്ല, പോട്ടെ പ്രണയദിനല്ലേ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. എന്നാലും ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടാവൂലോ, എല്ലാരും പറയണം. കമന്റ് ഇടണേ. ഏത് സമയത്ത് ഇപ്പോഴും ഒന്നും കിട്ടാൻ ആഗ്രഹമില്ല കമന്റ് ഇടണം. വേറെ ഒന്നും വേണ്ട. എന്തെന്ന് വെച്ചാൽ 40 വയസ്സ് എല്ലാരും 40+ ആയിട്ടുണ്ടാവും എന്നുള്ള ആൾക്കാർ കാണുന്നുള്ളവര് പറയണം. എന്തെന്ന് വെച്ചാൽ ഇപ്പൊ വിചാരിക്കാണ്ട് ഭർത്താവ് അത് ഞാൻ ഒന്നുമില്ല. ഇപ്പൊ ജസ്റ്റ് നമുക്ക് പീരീഡ്സ് ആയാൽ മതി. ആ പീരീഡ്സ് ആയ സമയത്ത് വേദനയുള്ള സമയത്തും ഒരു കാൾബറീസ് അല്ലെ എന്തെങ്കിലും ഒരു ഡയറി മിൽക്കിന്റെ ഒരു മുട്ടായി ബാഗിൽ നിന്ന് എടുത്തിട്ട് അല്ലെ പെട്ടെന്ന് തരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം പറയാണ്ട് തരണം. അറിഞ്ഞു തന്നാൽ പോയി കഴിഞ്ഞ്. അറിയാണ്ട് ഇങ്ങനെ എന്തേ ഒരു സാധനം ഇത് ഞാൻ കണ്ടേരം കണക്ക് വാങ്ങിയതാ പറഞ്ഞിട്ട് ആഗ്രഹം ഇല്ലാത്ത ആൾക്കാർ കമന്റ് ചെയ്യണം. ഇല്ലാത്തോട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഇനി 10-60 വയസ്സായാലും എനിക്ക് ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. കടലിലേക്കല്ല കേട്ടോ, വീട്ടിലേക്ക് പോവാൻ നോക്കാം. അപ്പൊ കടലിന്റെ സൈഡിൽ കൂടി നമ്മളെന്നും കാത്ത് കടലല്ലേ. അപ്പൊ ഇപ്പം ചിന്തിക്കുമ്പോ ഞാൻ വിചാരിക്കാം ഒരു മുടക്കമില്ലാണ്ട് അങ്ങനെയൊക്കെ അന്നേരമൊക്കെ എന്തോ ഒരു ഇതില് എല്ലാം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ. അത് ഭയങ്കര നന്ദിയുണ്ട്. പക്ഷെ അന്ന് എന്തോ ഒരു ഊർജ ഇങ്ങനെ ഒരു കുടുംബാക്കി എടുക്കണം എന്നുള്ളൊരു അല്ലേ, വല്ലാത്തൊരു ഇതായിരുന്നു.
അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ദൈവത്തിന്റെ ഇതുകൊണ്ട് എല്ലാരും ഇതും ഉണ്ടായിരുന്നു, അച്ഛനും എല്ലാവരും ഉള്ള സമയമായിരുന്നു. ഒക്കെ സാന്നിധ്യത്തിലൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഗിഫ്റ്റ് തന്ന സൈഷറിന് ഒരുപാട് എന്താ പറയാ സൈഷറ, നന്ദി വേണം. സ്മരണ. അതെ. അപ്പോ ഇതാണ് ഇന്നത്തെ ദിവസം. നമ്മള് ഒരുപാട് നമ്മള് പുറകേട്ടേക്ക് പോയി. ഇതില് എന്താ ഒരു തെറ്റില്ല, ഒരു കള്ളത്രമില്ല, അല്ലേ സൈഷേട്ടാ? ഒരു കഴമ്പില്ലാതെ നിങ്ങളെ മുന്നിൽ ഒരുപാട് ഉണ്ടായിരുന്നു. സംശയങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടിയും കൂടിയാണ് അല്ലേ? ഇന്നിപ്പോ എന്താ പ്രണയ ദിനത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചില്ലേ സൈഷേട്ടാ? ഇന്നത്തെ ഒരു ദിവസം. അതെ. അപ്പൊ ഇതിന് എതിരെ പറയുന്നവരുണ്ടാവും, നല്ലത് പറയുന്നവരുണ്ടാവും. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കമന്റ് ഇടുക. ഇതുപോലെയുള്ള ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതെ, നമ്മൾ മക്കളെ എന്താ ഇതിൽ ഉൾപ്പെടുത്താത്തതെന്ന് വെച്ചാല് ഇത് നമ്മള് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണേ, എല്ലാ മക്കളും ഫാമിലി ആയിട്ടുള്ള സന്തോഷങ്ങളും വേണം, ഭാര്യയും ഭർത്താവും കൂടിയുള്ള സന്തോഷങ്ങളും വേണം. ഒരു ഡേ മന്തില് 30 ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു ഡേ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. തീർച്ചയായും. അതെ. എന്നാൽ മാത്രമേ അത് ആ ഒരു സ്നേഹം തന്നെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം തന്നെ ഉണ്ടെങ്കിൽ അതും സ്നേഹം തന്നെ. നമ്മള് മക്കളോട് നിൽക്കുന്നേരം ഓലപ്പരെല്ലാവരും കൂടെ പോകുന്ന, ഓലക്കൂടെ തന്നെ നടക്കുന്ന എല്ലാം അതും ഒരു സ്നേഹമാണ്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ രണ്ടാൾക്കാർ, ഒരു ഭാര്യ ഭർത്താവ്, ഒരു ആഗ്രഹിക്കുന്ന വേറൊരു സ്നേഹം ഉണ്ടാവും, അത് സ്വകാര്യത ഉണ്ടാവും, അല്ലേ സൈഷേട്ടാ? അപ്പൊ അതും വേണം. ഇതൊക്കെ ഇനി എന്ത് ചെയ്യാ, ഇനി മുന്നോട്ട് എല്ലാരും ലൈഫിൽ പ്രാവർത്തികമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഇതുകൊണ്ട് എന്താ തൃപ്തിപ്പെടുക. അപ്പൊ ആരും തന്നെ സ്കിപ്പ് ചെയ്തൊന്നും പോണ്ട. അടിപൊളിയായിട്ട് കാണാനുണ്ടല്ലേ സൈഷേട്ടാ? ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം. അപ്പൊ എല്ലാരും ഇത് കണ്ടിട്ട് മുഴുവനായിട്ട് കാണാൻ വേണം. അഭിപ്രായങ്ങൾ പറയണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.